So, dear students, today I want to discuss the fourth part of Kerala Engineering 2018 question paper. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഒക്കെ ശ്രദ്ധിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കേരള എഞ്ചിനീയറിങ്ങിന് ചോദിച്ചിട്ടുണ്ട്, ലൈക്ക് ജെയ് മെയിൻ. അതുകൊണ്ട് തന്നെ വളരെ കൃത്യതയോടെ തിയറി നന്നായിട്ട് അറിയുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ, അതോടൊപ്പം മാക്സിമം MCQ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമേ നല്ല സ്കോറിങ് ഉണ്ടാകൂ എന്നുള്ള കാര്യം വ്യക്തതയോടെ അറിയുക. അത് മുൻനിർത്തി നന്നായിട്ട് സമയം വിനിയോഗിക്കുവാൻ ഓരോ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. So we can go through the fourth part, the 46th question. A flat mirror revolves at a constant angular velocity, making n equal to 0.4 revolutions per second. With what velocity will a light spot move along a spherical screen with a radius of 15 meters if the mirror is at the center of curvature of the screen? അപ്പോൾ നമുക്കൊരു കൺസെപ്റ്റ് നമുക്ക് വ്യക്തതയോടെ ഉണ്ടാകണം. സോ ഒരു സ്പെറിക്കൽ സ്ക്രീൻ is there. At the center there is a plane mirror. ആ പ്ലെയിൻ മിററിലേക്ക് ഇൻസിഡൻ്റ് ലൈറ്റ് വരികയാണ്, റിഫ്ലക്റ്റ് ചെയ്ത് മൂവ് ചെയ്യുന്നു. ആ റിഫ്ലക്റ്റ് ചെയ്യുന്ന മൂവ് ചെയ്യുന്ന വേവ് ആ സ്പെറിക്കൽ സ്ക്രീനിലേക്ക് പതിക്കുന്നു. പക്ഷേ ദ പ്ലെയിൻ മിറർ ഈസ് റൊട്ടേറ്റഡ് വിത്ത്, അതിൻ്റെ ആംഗുലാർ വെലോസിറ്റി തന്നിട്ടുണ്ട്, 0.4 റെവല്യൂഷൻസ് പെർ സെക്കൻഡ്. അപ്പം മിററിന് ഇത്ര റൊട്ടേഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഇത്ര ആംഗിൾ ടേൺ ചെയ്യുമ്പോൾ നമ്മുടെ റിഫ്ലക്റ്റഡ് വേവിന് എന്ത് വ്യത്യാസം വരുന്നു? വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. നമുക്ക് അതിനെ പ്രത്യേകിച്ചൊന്ന് ഡീൽ ചെയ്യാൻ ശ്രമിക്കാം. സോ ആദ്യം നമുക്കൊരു പ്ലെയിൻ മിറർ ഒന്ന് ഡീൽ ചെയ്യാം. See, a plane mirror is there. The normal under consideration we can draw like this one. So നമുക്കൊരു ഇൻസിഡൻറ്റ് ലൈറ്റ് റേ നമുക്ക് ആദ്യം കൺസിഡർ ചെയ്യാം. So that incident light ray is coming. So that incident ray, the first one that makes an angle, say theta. നമുക്കറിയാം, by obeying the laws of reflection, അതേ ആംഗിളിൽ തന്നെ അവൻ തിരിച്ചു പോകുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. സോ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ഇതേ തീറ്റ ആംഗിളിൽ തന്നെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്തു പോവാം. പക്ഷേ നമ്മളുടെ റൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം അതിൻ്റെ ഡീവിയേഷനെ കുറിച്ച് ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം. സോ ഡീവിയേഷൻ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദാറ്റ് ഇൻസിഡൻറ്റ് റേ ആൻഡ് ദ ഫൈനൽ റേ. അപ്പോൾ നമുക്ക് അറിയാം, ഇറ്റ് ഈസ് ഫ്രം ദിസ് റിലേഷൻ ദ ടോട്ടൽ ആംഗിൾ ഈസ് വാട്ട് 180. സോ ഡീവിയേഷൻ ഈസ് വാട്ട് 180 മൈനസ് ദീസ് 2 തീറ്റ. സോ നമുക്ക് ആദ്യത്തെ ഡീവിയേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, 180 മൈനസ് 2 തീറ്റ. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്, ഈ ഒരു കൺസെപ്റ്റിലൂടെ നമ്മളുടെ പ്ലെയിൻ മിറർ, ഈ പ്ലെയിൻ മിററിനെ നമ്മളൊരു പർട്ടിക്കുലർ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ റിഫ്ലക്റ്റഡ് വേവിന് എന്ത് സംഭവിക്കും? അതാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ട കാര്യം. സോ നമുക്ക് ഈ ഒരു കളറിൽ നമ്മൾ പറയുന്നത് ആ ഒരു പ്ലെയിൻ മിററിൻ്റെ അടുത്ത ലൊക്കേഷൻ ആണെന്നിരിക്കട്ടെ. ദാറ്റ് മീൻസ് ഇവൻ ഫൈ എന്ന് പറയുന്ന ഒരു ആംഗിൾ റൊട്ടേറ്റ് ചെയ്തു എന്നിരിക്കട്ടെ, ഫൈ ആംഗിൾ. അങ്ങനെയാണെങ്കിൽ റിഫ്ലക്റ്റഡിന് എന്തുമാത്രം ഡീവിയേഷൻ സംഭവിച്ചു? അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? അവിടെ നമുക്കറിയേണ്ടത്, പ്ലെയിൻ മിററിൻ്റെ പൊസിഷൻ ഇങ്ങനെയായി മാറിയെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നോർമലിനും വ്യത്യാസം വരില്ലേ? അപ്പോൾ ആ നോർമലിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നേരത്തെ ഇരുന്നതിൽ നിന്ന് അഡീഷണലായിട്ട് 5 മാറിയില്ലേ? അപ്പോൾ ആ നോർമലുമായിട്ട് ബേസ് ചെയ്യുമ്പോൾ ഇൻസിഡൻ്റ് ആംഗിൾ എന്ന് പറയുന്നത് θ+5 ആയില്ലേ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ റേ
സപ്പോസ് അത് ഇതാണ് എങ്കിൽ ആ രണ്ടാമത്തെ റേയുടെ ഡീവിയേഷൻ എന്ന് പറയുന്നത് ഇൻസിഡൻറ്റുമായിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? സിമ്പിളായിട്ട് 180 മൈനസ് 2 ഓഫ് ദി ആംഗിൾ. വാട്ട് ഈസ് ദാറ്റ് ആംഗിൾ? സോ ഹിയർ ഇറ്റ് ഈസ് തീറ്റ പ്ലസ് 5. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ റിഫ്ലക്റ്റഡ് റേസിന് എന്ത് ഡീവിയേഷൻ ഉണ്ടായി? ഇൻ എഫക്റ്റ് ഡെൽറ്റ 2 മൈനസ് ഡെൽറ്റ 1 ഈക്വൽ ആയിട്ടുള്ള ടേമുകൾ നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ വി ഗെറ്റ് ദ കൺസെപ്റ്റ് ആസ് 2, 5. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ്, ഇഫ് ദ പ്ലെയിൻ മിറർ rotated through an angle of 5, then the reflected ray rotated through an angle of 5. That is very important. So 5 angle നമ്മുടെ പ്ലെയിൻ മിറർ റൊട്ടേറ്റ് ചെയ്തപ്പോൾ ദാറ്റ് റിഫ്ലക്റ്റഡ് ആംഗിൾ റൊട്ടേറ്റഡ് ടു 5. അങ്ങനെയാണെങ്കിൽ ഒമേഗ ആംഗുലർ വെലോസിറ്റിയിൽ അവൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഉറപ്പായിട്ടും റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത് 2 ഒമേഗയിൽ പോയിരിക്കും. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. പക്ഷെ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അതല്ല. കണ്ടുപിടിക്കേണ്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് വിത്ത് വാട്ട് വെലോസിറ്റി വിൽ എ ലൈറ്റ് സ്പോട്ട് മൂവ് എലോങ് എ സ്പെറിക്കൽ സ്ക്രീൻ എന്ന് പറയുമ്പോൾ ദാ ഇവിടെ വന്ന് പതിക്കുന്ന ഈ സ്പെറിക്കൽ ഇത് റൊട്ടേറ്റ് ചെയ്ത് മാറുന്ന സമയത്ത്, സോ അടുത്ത ഇൻസ്റ്റൻറ്റിൽ സപ്പോസ് നമ്മൾ പറയുകയാണ് ദാ പ്ലെയിൻ മിറർ ഇങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അതിനനുസരിച്ച് വ്യത്യാസം വരുന്നു. അപ്പോൾ നമ്മളുടെ സ്പോട്ട് ഇവിടത്തേക്ക് എത്തി. അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്താണ്? വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം r/ω'. വളരെ പ്രധാനം. r എന്താണ്? ദ റേഡിയസ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്, 15. ω' എന്താണ്? വളരെ പ്രധാനമായിട്ട് ഓർത്തിരിക്കണേ. അത് എത്രയായിട്ട് മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? യെസ്, അവൻ ഒമേഗ ആംഗുലർ വെലോസിറ്റിയിൽ കറങ്ങിയാൽ അതിൻ്റെ ഡബിൾ ആയിരിക്കണം റിഫ്ലക്റ്റഡ്, 2 × ω. അങ്ങനെയാണെങ്കിൽ ഈ ഒമേഗ എന്താണ്? 2π into the number of revolutions per second. So that is given as a 0.4. So that is equal to 60 into 2π into 0.4, and you get the answer. So that is equal to 75.36. So exactly we can quote the answer as a D choice. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പ്ലെയിൻ മിററിൻ്റെ ആപ്ലിക്കേഷൻ കൺസെപ്റ്റ് വരുന്നൊരു കൺസെപ്റ്റാണ്. സോ ഒന്നുകൂടെ കേട്ട് അത് കൃത്യത വരുത്തുവാൻ ദയവിത് ശ്രദ്ധിക്കുക. വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ 47. A parallel beam of light of wavelength 4000 angstrom passes through a slit of width 5 × 10⁻³ the angular spread of the central maxima in the diffraction pattern. അപ്പോൾ ഡിഫ്രാക്ഷൻ പാറ്റേണിൻ്റെ ഇൻറ്റൻസിറ്റി വേരിയേഷനെ കുറിച്ച് ആദ്യം നിങ്ങളുടെ മനസ്സിലേക്കൊരു ചെറിയൊരു പിക്ചറൈസേഷൻ നോക്കൂ. ഇതാണ് സ്ലിറ്റ് വിഡ്ത്ത് എന്നിരിക്കട്ടെ. So that slit width is denoted as D. This is the center one. So that is the screen there at a capital D separation. This is the central concept. This is the maximum, central maximum there. And the first maximum, good. The second maximum. So this is the intensity variation for intensity versus separation in the screen for the diffraction pattern. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു നമ്മുടെ ആ പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടുത്തെ ആംഗുലർ സ്പ്രെഡ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് മിനിമമായിട്ട് മേക്ക് ചെയ്യുന്ന ദിസ് ആംഗിൾ, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ദാറ്റ് ആംഗുലർ സ്പ്രെഡ് തീറ്റ ഫോർ ദ മാക്സിമ. വി ഹാവ് ഇറ്റ് ടു സേ ആസ് 2θ ആസ് ദ ആംഗുലർ സ്പ്രെഡ് ഓഫ് ദ സെൻട്രൽ മാക്സിമ. അപ്പോൾ ആ 2θ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? യെസ്, സോ വി നോ ദ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആസ് 2 × λ ഡിവിഷൻ ബൈ ഡി. നമുക്ക് എല്ലാ ഡേറ്റാസും ഇവിടെ കംഫർട്ടാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × ഇറ്റ് ഈസ് 4. നമ്മളുടെ വേവ് ലെങ്ത് ഇറ്റ് ഈസ് ഗിവൻ ആസ് 4000 ആംസ്ട്രോങ്.
Armstrong is 10 raised to minus 10. That division by the separation, the width that is given as 5 10 raised to minus 3. So that is equal to, yes, 4 into 2 as 8 into, yes, 10 raised to minus 7 by 10 raised to minus 3. So that is equal to 1.6 into 10 raised to minus 4 rad. So we get the answer as yes, B as the choice. അപ്പോൾ ഈ പാറ്റേണിനെ കുറിച്ച് ദയവേത് ഓർക്കുക, ഇൻറ്റൻസിറ്റി വേരിയേഷൻ. പക്ഷേ ദ കേസ് ഈസ് എൻറ്റയർലി ഡിഫറെൻ്റ് ഫോർ നമ്മുടെ ഇൻറ്റർഫറൻസ് പാറ്റേൺ. ഇത് സെൻട്രൽ മാക്സിമം ആണെങ്കിൽ അതിൻ്റെ സെൻട്രൽ മാക്സിമത്തിനും ഫസ്റ്റ് മിനിമം എല്ലാം ഒരേ ഇൻറ്റൻസിറ്റി ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. അത് നമ്മളുടെ പിക്ചറിൽ വരേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. See the next question, number 48. A good question, but simple. A wire made of aluminium having resistivity rho as a 2.8 into 10 raised to minus 8 meter with a circular cross section and has a radius of 2 into 10 raised to minus 3 meter. A current flows through the wire. If a current that is a current of 5 ampere, actually 5 ampere flows through the wire. If the voltage difference between the ends is 1 volt, then what is the length of the wire in meter? So that is a very important one. So തന്നിരിക്കുന്ന ഡേറ്റ റോ ഉണ്ട്, റേഡിയസ് ഉണ്ട്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലെങ്താണ്. In addition to that, the current flowing is given, the potential is given. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ട് നമ്മുടെ ഓംസ് ലോയിലേക്ക് നമ്മൾ വരുമ്പോൾ, സോ വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ നമുക്ക് എഴുതാം അല്ലേ. സോ സിമ്പിളായിട്ട് നമുക്ക് ആറ് നമുക്ക് കിട്ടും, ദ പൊട്ടൻഷ്യൽ ഡിവിഷൻ ബൈ ദ കറണ്ട്. ദ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1 വോൾട്ട് ആണ്, നമ്മുടെ കറണ്ട് എന്ന് പറയുന്നത് 5 ആണ്. പക്ഷേ ആ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റിയുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ആർ ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ എ. അവിടെ നിന്ന് നമുക്ക് ലെങ്തിലേക്ക് വരാൻ എളുപ്പമാണ്. So we can just substitute is equal to rho into L by, ഇവിടെ പറയുന്ന ഒരു വയറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു വിത്ത് എ സർക്കുലർ ക്രോസ് സെക്ഷൻ ഏരിയ, വി ക്യാൻ പൈ ഇൻറ്റു ആർ സ്ക്വയർ. നമുക്ക് വേണ്ടത് ലെങ്ത് ആണ്. സോ എൽ ടേക്ക് ദ വാല്യൂസ് ഈക്വൽ ടു യെസ് പൈ ആർ സ്ക്വയർ ഡിവിഷൻ ബൈ പൈ ആർ സ്ക്വയർ ബൈ 5 into rho. So that is equal to as pi as nothing but equal to 3.14 into yes r, that radius 10 raised to minus 3, that much square, that division by 5 into 2.8 into 10 raised to minus 8. So that is equal to, if we just multiply, we get the answer as 89.7 meter. Roughly we can say as 90 meter. So we get the choice as a C. Simple concept ആണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 49. ആൻഡ് അഗെയിൻ സിമ്പിൾ, ബട്ട് ഇറ്റ് വിൽ ടേക്ക് കുറച്ച് സ്റ്റെപ്പുകളുണ്ട് എന്നുള്ളതൊഴിച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റ്, വളരെ ക്രൂഷ്യലായിട്ടുള്ള സ്റ്റെപ്സുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കിട്ടും. സി, when two capacitors are connected in parallel, the resulting combination has a capacitance of 10 mF. So it is given as C1 plus C2. In parallel, we know it is a 10 mF. So it is given. The second one, the same capacitors when connected in series results in a capacitance of 0.5 μF. So that is another one. In series combination, we can easily write as a C1 C2 by yes റെസിപ്രോക്കലിൻ്റെ സം ആയിരിക്കും നമ്മൾ അവിടെ പറയുക. സോ C1 C2 by C1 plus C2 is equal to, it is as a 0.5 yes μF. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ദ റെസ്പെക്റ്റീവ് വാല്യൂസ് ഓഫ് ഇൻഡിവിജ്വൽ കപ്പാസിറ്റീസ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, റെസിസ്റ്റൻസ് ഉൾപ്പെടെ ഇതേപോലത്തെ കേസസ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കിയേ. ഇവിടെ ഈ C1 plus C2 നമുക്ക് തന്നിരിക്കുന്നത് 10 μF അല്ലേ. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ C1 C2 എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് 10 into 0.5 എന്ന് പറയുന്നത്
5 എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരും. പക്ഷേ യൂണിറ്റ് മറക്കരുതേ, മ്യൂ സ്ക്വയർ എന്നുള്ള ആസ്പെക്റ്റ് അതെപ്പോഴും ഓർത്തിരിക്കുക. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് മാത്തമാറ്റിക്സിലെ ഒരു ചെറിയൊരു കൺസെപ്റ്റ് നമുക്ക് എടുക്കാം. ഇപ്പോൾ C1 പ്ലസ് C2 ഹോൾ സ്ക്വയർ ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം C1 സ്ക്വയർ പ്ലസ് C2 സ്ക്വയർ പ്ലസ് 2C1 C2 അല്ലേ? യെസ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ നോക്കൂ, C1 മൈനസ് C2 ദ ഹോൾ സ്ക്വയർ ആണെങ്കിലോ? യെസ്, C1 സ്ക്വയർ പ്ലസ് C2 സ്ക്വയർ മൈനസ് 2C1 C2 എന്നല്ലേ നമുക്ക് കിട്ടൂ? യെസ്, വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കൺസെപ്റ്റ് ഈ സ്റ്റെപ്പ് നമ്മുടെ C1 പ്ലസ് C2 ദ ഹോൾ സ്ക്വയറിൽ നിന്ന് ഇങ്ങനെ നമുക്ക് കിട്ടാൻ എളുപ്പമല്ലേ? എങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാൻ വരും? C1 സ്ക്വയർ പ്ലസ് C2 സ്ക്വയർ എന്ന് പറയുന്നത് അവനെ നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റിയാൽ നമുക്ക് എഴുതിക്കൂടെ C1 പ്ലസ് C2 ദ ഹോൾ സ്ക്വയർ മൈനസ് 2C1 C2 എന്ന്? എന്താണ് C1 പ്ലസ് C2? അത് 10 സ്ക്വയർ അല്ലേ? യെസ്, 10 സ്ക്വയർ മൈനസ് എന്തായിട്ട് നമുക്ക് പറയാം? 2 ഇൻറ്റു C1 C2. C1 C2 നമുക്ക് എത്രയായിട്ട് കിട്ടി? യെസ്, C1 C2 ആസ് 5 മ്യൂ സ്ക്വയർ ആയിട്ടല്ലേ? യെസ്, ഇവിടെ 10 സ്ക്വയർ എന്ന് പറയുന്നത് 10 സ്ക്വയർ മ്യൂ സ്ക്വയർ അല്ലേ? യെസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 100 മ്യൂ സ്ക്വയർ മൈനസ് 10 മ്യൂ സ്ക്വയർ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് എത്രയായിട്ട് കിട്ടി? 90 മ്യൂ സ്ക്വയർ. ആ വാല്യൂ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് C1 മൈനസ് C2 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 90 മ്യൂ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 5 മ്യൂ സ്ക്വയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 80 മ്യൂ സ്ക്വയർ ആയിട്ട് നമുക്ക് കിട്ടിയില്ലേ? സോ സിമ്പിളായിട്ട് നമുക്ക് തന്നിരിക്കുന്ന രണ്ട് ഡേറ്റാസ് C1 പ്ലസ് C2വിൻ്റെ വാല്യൂ എത്രയാണ്? 10 മ്യൂ എഫ് എന്ന് നമുക്കറിയാം. ഇപ്പം നമുക്ക് കിട്ടി. ഇതിൻ്റെ റൂട്ട് എടുത്തേ കംഫർട്ടായിട്ട്. യെസ്, C1 മൈനസ് C2വിൻ്റെ വാല്യൂ റൂട്ട് എടുത്തേ √80 നമുക്ക് 4√5 മ്യൂ സ്ക്വയർ ആയിട്ട് നമുക്ക് എഴുതാം. യെസ്, റൂട്ട് മ്യൂ എഫ് ആണ്, നോട്ട് ഈ സ്ക്വയർ. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തേ. നമുക്ക് 2C1 എന്ന് പറയുന്ന വാല്യൂവിലേക്ക് വരില്ലേ? യെസ്, C2 ക്യാൻസൽ ആയി പോയില്ലേ? അങ്ങനെയാണെങ്കിൽ അത് √4√5 പ്ലസ് 10 ആയിട്ട് മാറിയില്ലേ? അപ്പോൾ C1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് എഴുതാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10/2 5 പ്ലസ് 2√5 ആയി മാറി. നമ്മളൊരു കപ്പാസിറ്ററിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ സിമ്പിളായിട്ട് ഇവിടെ തന്നെ ഉണ്ട് C2 കണ്ടുപിടിക്കാൻ. C2 എന്ന് പറയുന്നത് 10 മൈനസ് C1 ആണ്. C1 എന്ന് പറയുന്നത് 5 പ്ലസ് 2√5 ആണ്. സോ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി 10 മൈനസ് 5 ഇസ് ഈക്വൽ ടു 5 മൈനസ് 2√5. സോ രണ്ട് വാല്യൂസ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. സോ കംഫർട്ടായിട്ട് നമുക്ക് 49th ക്വസ്റ്റ്യൻ്റെ ആൻസർ C ആയിട്ട് നമുക്ക് പറയാം. സോ നമുക്ക് അറിയാവുന്നുള്ള തിയറിയാണ്. പക്ഷേ ഈ കാൽക്കുലേഷൻ പാർട്ട് ഒന്ന് ഓർത്തിരിക്കുക. എന്തുകൊണ്ട് C1 പ്ലസ് C2 ദ ഹോൾ സ്ക്വയറും C1 മൈനസ് C2 ദ ഹോൾ സ്ക്വയറും എടുത്തു എന്നുള്ള കാര്യം ഓർക്കുക. എങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പ്രോബ്ലത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. അടുത്ത് നമുക്ക് വെയിറ്റ് ചെയ്യുന്നത് വളരെ ഗുഡായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ആ തിയറി ആസ്പെക്റ്റ് വ്യക്തതയോടെ നിങ്ങൾ ഓർത്തിരിക്കുക. ആ തിയറി ആസ്പെക്ട്സ് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ടെന്നിരിക്കട്ടെ. അതിൻ്റെ P പോയിൻ്റ് കണ്ടുപിടിക്കണം, മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ ടോപ്പ് സർഫസുമായിട്ട് ഒരു ആൽഫ ആംഗിളും അതിൻ്റെ ബോട്ടമായിട്ട് ബീറ്റ ആംഗിളും ഈ വരും തമ്മിലുള്ള അകലം R ആണെങ്കിൽ നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് P എന്ന് പറയുന്നത് μ0/4π ഇൻറ്റു ദാറ്റ് കറണ്ട് ഡിവിഷൻ ബൈ സെപ്പറേഷൻ R ഇൻറ്റു ദ സൈൻ ആൽഫ പ്ലസ് സൈൻ ബീറ്റ. വളരെ പ്രധാനപ്പെട്ട ആസ്പെക്ട്സ് ആണ്. ഇനി നമുക്കിതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അറ്റ് ഫസ്റ്റ്, a rectangular conducting loop of length 4√2 meter and breadth 4 meter carrying a current of 5 ampere in the anti-clockwise direction is placed in the xy plane.
the magnitude of the magnetic induction field vector B at the intersection of the diagonal is. അപ്പോൾ നമുക്ക് ആ ഫിഗർ ഒന്നുകൂടെ ഒന്ന് വരയ്ക്കാം, ശ്രദ്ധിക്കുക. സി, അപ്പോൾ ഈ ലെങ്തിനെ അവർ 4√2 ലെങ്ത് എന്നാണ് പറയുന്നത്. സി, ഇവനെ അത് 4 മീറ്റർ ആയിട്ടാണ് പറയുന്നത്. സി, ഗുഡ്. അപ്പോൾ ഇതിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഒരേ ഡയറക്ഷനിലല്ലേ, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡും ഒരേ ഡയറക്ഷനിലായിരിക്കും അല്ലേ. യെസ്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം മാഗ്നറ്റിക് ഫീൽഡ്? നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്താൽ മതി അല്ലേ. കറണ്ടിൻ്റെ ഡയറക്ഷനിലേക്ക് തമ്പ് വെച്ചിട്ട് കേളിങ് ഓഫ് ദ ഫിംഗേഴ്സ് എടുക്കുമ്പോൾ ഔട്ട് സൈഡിലേക്കല്ലേ വരുന്നത്, പുറത്തേക്കായിരിക്കും. അതെല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ ആഡ് ചെയ്തെടുത്താൽ മതി ആക്ച്വലി മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുക. നമുക്ക് ഇതിനെ 4 പാർട്ടായിട്ട് എടുക്കാം, എ, ബി, സി, ഡി. എല്ലാ വയറിലും നിങ്ങൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യൂ. എപ്പോഴും അവിടുത്തെ സെൻറ്ററിനെ ബേസ് ചെയ്ത് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആയിരിക്കും കിട്ടുക അല്ലേ. സോ ദ നെറ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്ര കോൺട്രിബ്യൂഷൻസ് ഉണ്ടാകും? 4 കോൺട്രിബ്യൂഷൻസ് ഉണ്ടാകും അല്ലേ. സോ നമുക്കത് സിമ്പിളായിട്ട് പറയാം, ബി ഡ്യൂ ടു എ ബി പ്ലസ് ബി ഡ്യൂ ടു ബി സി പ്ലസ് ബി ഡ്യൂ ടു സി ഡി പ്ലസ് ബി ഡ്യൂ ടു എസ് എ ഡി. അത് എപ്പോഴും ഓർക്കേണ്ട ഒരു കൺസെപ്റ്റ്, ആ എ ബി ഡിയും ഡി സി നോക്കി ഒരേ കറണ്ട് അല്ലേ ഫ്ലോ ചെയ്യണേ. യെസ്. ആ പോയിന്റുമായിട്ട് ഒരേ സെപ്പറേഷൻ അല്ലേ. യെസ്. അപ്പോൾ അത് രണ്ടും സെയിം അല്ലേ. യെസ്. നമുക്ക് എഴുതാം 2 ടൈംസ് ബി എന്നെഴുതാം. അതേപോലെ ബി സിയും എ ഡിയും സെയിം അല്ലേ. നമുക്കത് സിമ്പിളായിട്ട് 2 ടൈംസ് ഓഫ് ബി എ ഡി ആയിട്ട് പറയാം. അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കൺസെപ്റ്റ് ഈ പറഞ്ഞ എ ബി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. യെസ്, ബി എ ബി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം നോക്കും. ബി എ ബി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ എ ബി, യെസ്, ഇത് ഈ പോയിന്റുമായിട്ട് എത്ര അകലെയാണ് എന്നുള്ളത് ആദ്യം നമ്മുടെ മനസ്സിൽ വരട്ടെ. ഇത് മൊത്തം 4√2 അല്ലേ, അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 2√2 അല്ലേ. യെസ്. ഇനി നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ആൽഫ ഏതാണ്, നമ്മുടെ ബീറ്റ ഏതാണ്. ആ സെൻറ്ററുമായിട്ട് ബേസ് ചെയ്ത് ആൽഫയും നമ്മുടെ ബീറ്റയും രണ്ടും സിമ്പിളായിട്ട് സെയിം ആണ് അല്ലേ. യെസ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് സൈൻ ആൽഫ ഈക്വൽ ടു സൈൻ ബീറ്റ, ആ കേസിൽ നമുക്ക് സൈൻ ആൽഫ ഈക്വൽ ടു സൈൻ ബീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദിസ് വൺ, അത് 4/2 അല്ലേ നമുക്ക് വരുന്നത്. യെസ്. സൈൻ ബീറ്റ എന്ന് പറയുമ്പോൾ യെസ്, സൈൻ ആൽഫ ബീറ്റയും രണ്ടും സെയിം ആണ്. ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഡിവിഷൻ ബൈ ദ ഹൈപ്പോട്ടിന്യൂസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ഹൈപ്പോട്ടിന്യൂസും കണ്ടുപിടിക്കണം. ഡയഗണലാണ് ഇമ്പോർട്ടൻ്റ് അല്ലേ എന്ന് പറയുമ്പോൾ ഡി ബി, ആ ഡയഗണൽ എന്ന് പറയുന്ന വാല്യൂ നമ്മുടെ ഡി ബി എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഹൈപ്പോട്ടിന്യൂസ് ആയിട്ടാണ് എടുക്കുകയാണെങ്കിൽ √4√2 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എന്നൊരു കൺസെപ്റ്റ് അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു യെസ് 16 ഇൻറ്റു 2 പ്ലസ് 16 അല്ലേ വരൂ. അപ്പോൾ 32 പ്ലസ് 16 ആയിട്ട് വരത്തില്ലേ. അപ്പോൾ നമുക്കത് √48 ആയിട്ട് എഴുതാമല്ലോ. അതെപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ഓർത്തിരിക്കുക. എന്നിട്ട് നമുക്ക് ഇപ്പോൾ ബീറ്റ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ, സൈൻ ബീറ്റ. ഇപ്പോൾ സൈൻ ബീറ്റ എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കൺസെപ്റ്റ്, നമുക്ക് വേണ്ടത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 4m/2 അല്ലേ. യെസ്, 4m/2 എന്ന് പറയുമ്പോൾ 2 ആയിട്ട് വരത്തില്ലേ. സോ ദാറ്റ് ഡിവിഷൻ ബൈ നമുക്ക് അടുത്ത് വേണ്ടത് ഈ ഡിസ്റ്റൻസ് അല്ലേ, അത് ടോട്ടലായിട്ടുള്ള നമ്മുടെ ഡയഗണൽ √48 അല്ലേ. സോ √48/2 അല്ലേ, അതുകൂടെ അവിടെ കൊടുക്കണം അല്ലേ. അങ്ങനെയാണെങ്കിൽ അതിവിടെ കണ്ടുപിടിച്ചാൽ നോക്കിയേ, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. μ0/4π ഇൻറ്റു അവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് 5 ആംപിയർ എന്ന് തന്നിട്ടില്ലേ. സോ 5 ഡിവിഷൻ ബൈ ദ റേഡിയസ് എന്ന് പറയുന്നത് ഇത് മുതൽ ഇതുവരെയുള്ളതല്ലേ വേണ്ടത്. അവിടുത്തെ R എന്ന് പറയുന്നത് അത് സിമ്പിളായിട്ട് 2√2 എന്ന് നമുക്ക് തന്നിട്ടില്ലേ. യെസ്, 2√2 ഇൻറ്റു ഇനി സൈൻ ആൽഫ പ്ലസ് സൈൻ ബീറ്റ അല്ലേ വേണ്ടേ, അത് 2 ടൈംസ് ഓഫ് സൈൻ ആൽഫ എന്ന് നമ്മൾ പറഞ്ഞില്ലേ. ആ സൈൻ ആൽഫയുടെ വാല്യൂ നമുക്ക് 2 × 2/√48 അല്ലേ. എന്നിട്ട് ഈ രണ്ടിൻ്റെയും കോൺട്രിബ്യൂഷൻ ഒരേ ഡയറക്ഷൻ ആണല്ലോ. യെസ്, മൾട്ടിപ്ലൈ ചെയ്യുക. ഈ വാല്യൂ 10⁻⁻7 എന്ന് നമ്മൾ എടുക്കുക. എക്സാക്റ്റ്ലി നമുക്ക് കിട്ടും
2.04 into 10 raised to minus 7 Tesla. അപ്പോൾ ഒരു പാർട്ടായി. അതേപോലെ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് നമ്മളുടെ എ ഡിയുടെ വാല്യൂ ആണ് അല്ലേ? യെസ്, എ ഡിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അവിടെ നമുക്ക് ഇതേ കൺസെപ്റ്റ് ഉപയോഗിക്കാം. μ0/4 ഇൻറ്റു കറണ്ട് എന്ത് തന്നെയാണ് 5 ആണ്. പക്ഷെ നമ്മൾ ഈ എ ഡിയുടെ വാല്യൂ എടുക്കുമ്പോൾ ഈ ഗ്യാപ്പാണ് ഇമ്പോർട്ടൻറ്റ്. ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് 4/2 അല്ലേ? അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് 2 എന്ന് നമ്മൾ എഴുതി. ഈ 2 സൈൻ ആൽഫയാണ് വേണ്ടത്. സൈൻ ആൽഫ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ആംഗിൾ അല്ലേ വേണ്ടേ? അപ്പോൾ സൈൻ ആൽഫ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് എത്രയാണ്? 4√2/2 എന്ന് പറയുമ്പോൾ അത് നമുക്ക് എന്തായിട്ട് എഴുതാം? യെസ്, 2√2 ദാറ്റ് ഡിവിഷൻ ബൈ. എന്നിട്ട് നമ്മുടെ ഹൈപ്പട്ടന്യൂസ് ആയിട്ട് വരുന്നത് ഈ ഡിസ്റ്റൻസ് അല്ലേ? യെസ്, അത് 48 ഡിവിഷൻ ബൈ 2 √48/2. യെസ്, അപ്പോൾ നമുക്ക് ആ വാല്യൂസ് നമ്മൾ എഴുതി. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ വാല്യൂ ആസ് 4.08 into 10 raised to minus 7 ടെസ്ല. പക്ഷെ നമുക്ക് വേണ്ടത് ബി നെറ്റ് ആണ്. സോ ബി നെറ്റ് എന്ന് പറയുന്നതിന് നമുക്ക് സിമ്പിളായിട്ട് ഇവരുടെ 2 ടൈംസ് എടുത്താൽ മതിയല്ലോ. സോ 2 into 2.04 into 10 raised to minus 7 and that much plus 2 into 4.08 into 10 raised to minus 7. അപ്പം ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ സോ വി ഗെറ്റ് ദ ആൻസർ ആസ് 12.24 into 10 raised to minus 7. That is equal to 1.2 into 10 raised to minus 6. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്. സോ it is 1.2 into 10 raised to minus 6. That means we can quote the answer as A. അപ്പോൾ നമ്മുടെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഈ കോൺട്രിബ്യൂഷൻ. അതോടൊപ്പം സർക്കുലർ കോയിലിൻ്റെ കൺസെപ്റ്റൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് വൺ, നമ്പർ 51. A good question. 3 point charges 4q, capital Q, small q are placed in a straight line of length capital L at points 0, L/2 and capital L respectively. The net force on charge Q is 0. Then the capital Q is. അപ്പോൾ നമുക്ക് ആ പിക്ചർ ഒന്ന് വരയ്ക്കാനൊന്ന് ശ്രമിക്കാം. നമ്മുടെ ഒറിജിൻ ബേസ് ചെയ്ത് സേ O, എന്നിട്ട് L/2 എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ്, പിന്നെ L എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ അതിൽ ആദ്യത്തേൽ 4q എന്ന് പറയുന്നത് ഇത് ക്യാപിറ്റൽ Q, ഇതെന്ന് പറയുന്നത് സ്മോൾ q. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ലേബിൾ ചെയ്താൽ നമുക്ക് സേ ദിസ് ഈസ് എ, ദിസ് ഈസ് ബി, ദിസ് ഈസ് സി. അപ്പോൾ ഇവിടെ പറയുന്നത് നെറ്റ് ചാർജ് ഓൺ Q ഈസ്, നെറ്റ് ഫോഴ്സ് ഓൺ ദ ചാർജ് Q ഈസ് 0 എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം സിഗ്മ ദ ഫോഴ്സ് ഓൺ സി ഈസ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ ദ ഫോഴ്സ് ഓൺ സി due to B plus the force on C due to A, that should equal to 0. That is a concept. അപ്പോൾ നമ്മുടെ കൂളംസ് ലോ വെച്ചിട്ട് ആദ്യം ഇവരുടെ തമ്മിലേയും നമുക്കൊന്ന് ലിങ്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് വാല്യൂ കിട്ടും? 1/4πε0 into the product of the charges capital Q division by the separation, that is nothing but equal to L/2 the square plus K into the product of the charges here, that is 4Q into Q, that division by the total separation as L square, so that should be equal to 0. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവനെ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ into small q capital Q by L square, that division by 4 should be equal to this one minus K 4Q square, that division by L square. L square cancel, K cancel, 4 cancel, 1Q cancel. So capital Q take the value as minus Q. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. So we get the answer as B choice.
So simple ആയിട്ട് സിഗ്മ എഫ് സി ദ ഫോഴ്സ് ഓൺ സി ഷുഡ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് പെട്ടെന്ന് നമുക്ക് വരാൻ പറ്റും. Another simple question is waiting. A particle of charge q moves with a velocity v is equal to, so velocity given, it is a into I. In a magnetic field, that is b is given as is equal to bj plus ck, where a, b and c are constants. The magnitude of the force experienced by the particle is. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലോറൻസ് ഫോഴ്സ് ആണ്. നമുക്കറിയാം ദാറ്റ് ഫോഴ്സ് ഇൻ വെക്ടർ കൺസെപ്റ്റ് വി ക്യാൻ സേ ആസ് ക്യൂ ഇൻ ടു വി ക്രോസ് ബി, അല്ലേ? ക്രോസ് പ്രോഡക്റ്റ് നമ്മുടെ കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ ചാർജ് തന്നിരിക്കുന്നത് ക്യൂ ആണ്. സോ വി ക്യാൻ ഫൈൻഡ് ദ ഡിറ്റർമിനന്റ് ഐ ജെ കെ, ദാറ്റ് then v cross b, the velocity is what along the I, so a 0 0, then about the magnetic field is 0 b c. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്നാ കിട്ടി? ദാറ്റ് ഈസ് q ഇൻറ്റു യെസ് ഐ ഇൻറ്റു 0 ഗുഡ് മൈനസ് j ഇൻറ്റു ദിസ് a ഇൻറ്റു c a c പ്ലസ് k ഇൻറ്റു യെസ് a b, that much. So that is equal to, we can say equal to, this value becomes 0. So q into minus acj plus abk. അപ്പോൾ നമുക്ക് ഫോഴ്സിൻ്റെ കൺസെപ്റ്റ് നമുക്ക് കിട്ടി. പക്ഷെ ചോദ്യം അതല്ല, മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ് എന്താണെന്നാണ്. സോ വി ക്യാൻ ഈസിലി സേ, സോ q is common there, so q into root of the value of AC minus AC square plus AB square. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. സോ നമുക്ക് സി എന്ന് പറയുന്ന ആൻസറിലേക്ക് നമ്മൾ എത്തി. സോ സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റ്, ജസ്റ്റ് ദ ആപ്ലിക്കേഷൻ ഓഫ് എ ക്രോസ് പ്രൊഡക്റ്റ്. നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് വരാൻ പറ്റി. നമ്പർ 53. See, a point charge plus Q is held at rest at a point P. So plus Q charge is there at the point P. Another point charge minus Q, whose mass is small, moves at a constant velocity v in a circular orbit of radius r1 around P. So around P in a radius, it is given as r1. The work required to increase the radius of revolution to minus q from, so the minus q എന്ന് പറയുന്നത് ഈ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് അതിൻ്റെ റേഡിയസ് നമ്മൾ വർദ്ധിപ്പിച്ച് ടു അനദർ റേഡിയസ് ആസ് r2. അങ്ങനെയാണെങ്കിൽ how much work we have to done it. So that is a simple concept. So we can just use that work done needed is nothing but a change in potential energy. Good. നമുക്കറിയാം ഇൻഫിനിറ്റിയിൽ പൊട്ടൻഷ്യൽ എനർജി കൂടുതൽ അല്ലേ? അപ്പോൾ അതിലേക്ക് അടുക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൂടുതൽ. നമുക്കപ്പോൾ ഉറപ്പിച്ച് പറയാം ദ സെക്കൻഡ് പൊട്ടൻഷ്യൽ എനർജി മൈനസ് ദ ഫസ്റ്റ് പൊട്ടൻഷ്യൽ എനർജി. വാട്ട് ഈസ് ദ സെക്കൻഡ് പൊട്ടൻഷ്യൽ എനർജി ഹിയർ? ഇവിടെ പൊട്ടൻഷ്യൽ എനർജിയുടെ റിലേഷൻ ഒന്ന് പെട്ടെന്ന് എടുത്തേ. യെസ് കെ ഇൻറ്റു യെസ് രണ്ട് ചാർജസ് ഇവിടെ പ്ലസ് ക്യൂ മൈനസ് ക്യൂ, that division by, okay, the separation as what r2, that much minus ഇവനെ എടുത്ത് ഇവിടെ ഇനിഷ്യലി ഇരിക്കുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജി എന്താണ്? യെസ് കെ ഇൻറ്റു ക്യാപിറ്റൽ ക്യൂ സ്മോൾ ക്യൂ, ബട്ട് നെഗറ്റീവ് സൈൻ ഈസ് ദെയർ, ദാറ്റ് ഡിവിഷൻ ബൈ സെപ്പറേഷൻ as what r1, but this minus minus it becomes a plus. So that is a very important concept. So minus k capital Q small q by r2, the minus minus plus k capital Q small q by r1. So that is equal to, and if you just take the value of minus k q into 1 by 2 minus 1 by r1. So simplified. So the work done we taken as the change in potential energy, and we get the answer as D. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്, ഓർക്കുക.
Number 54. ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു കൺസെപ്റ്റ് ഇറ്റ് ഈസ് നോട്ട് ഇൻ അവർ +2 സിലബസ്. അതിലെ ചില കൺസെപ്റ്റ്സുകൾ നമ്മൾ ഡിഗ്രി ലെവലുമായിട്ട് റിലേറ്റഡ് ആണ്. ബട്ട് വി ക്യാൻ ജസ്റ്റ് സോൾവ് ഇറ്റ്. എ വോൾട്ടേജ് V equal to V0 cos omega t is applied between the points P and Q in the network. The values of the capacitance and inductance are given. So that is a very important one. So C take the value as 1 by S omega R root 3 and L take the value R root 3 by omega. The total impedance between is, so ഇവിടെ റെസിസ്റ്റൻസ് ഈസ് there, ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റൻസ്. അപ്പോൾ ഇതിനെ രണ്ട് ഇൻഡക്ടറും നമ്മുടെ റെസിസ്റ്റൻസും അത് രണ്ടും കൂടെ ഉള്ളതിനെ നമുക്ക് ഫസ്റ്റ് ആമായിട്ട് നമുക്ക് എടുത്തിട്ട് ഇവ നമുക്ക് രണ്ടാമത്തെ ആമായിട്ട് എടുക്കാം. അതിനകത്ത് വരുന്ന ഒരു തിയറി നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന നമ്മുടെ ആർ നെറ്റ്വർക്കിൻ്റെ നെറ്റ് ഇംപിഡൻസ് എന്ന് പറയുന്നത് Z1 ആയിട്ട് എടുത്താൽ വി ക്യാൻ സേ ആസ് ദാറ്റ് R പ്ലസ് ജെ ഒമേഗ എൽ. അപ്പോൾ അവിടെ ഓർക്കണേ, ജെ എന്ന് പറയുന്നത് അത് ഒരു ഇമാജിനറി കൺസെപ്റ്റാണ്. ദാറ്റ് ഈസ് യൂഷ്വലി കോംപ്ലക്സ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ടത്. ദാറ്റ് ഈസ് -1 റൂട്ട് -1. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കൺസെപ്റ്റ് ക്ലിയറായി. പക്ഷെ നമുക്ക് ഈ റിലേഷനിൽ നിന്ന് ഒമേഗ എല്ലിന് ഇക്വേഷൻ എടുത്തുകൂടെ, അതെന്താണ് R റൂട്ട് 3. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? R പ്ലസ് എസ് ജെ ഇൻറ്റു R റൂട്ട് 3. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ RC നെറ്റ്വർക്കിന് എങ്ങനെ പറയാം? അവിടുത്തെ ഇംപിഡൻസ് Z2 ആണെങ്കിൽ ഇവിടെയും പറയാം യെസ്. പക്ഷെ അവിടുത്തെ ഇക്വേഷൻ വരുമ്പോൾ R മൈനസ് ജെ ഇൻറ്റു 1 ബൈ ഒമേഗ സി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, വീണ്ടും ഒമേഗ സിയുടെ വാല്യൂ ഒന്ന് എടുത്തേ. ഒമേഗ സിയുടെ വാല്യൂ യെസ് 1 ബൈ R റൂട്ട് 3. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എഴുതാം R മൈനസ് ജെ യെസ് R റൂട്ട് 3. അപ്പോൾ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടി. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ Z1ഉം Z2ഉം എന്ന് പറയുന്നത് പാരലലാണ്. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. അപ്പോൾ പാരലായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഉറപ്പിക്കാം Z ഇക്വലൻ്റ് എന്ന് പറയുന്നത് Z1 Z2 ബൈ Z1 പ്ലസ് Z2. അപ്പോൾ നമുക്ക് ആ വാല്യൂസ് അപ്പടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ Z1 എന്ന് പറയുന്നത് R പ്ലസ് ജെ ഇൻറ്റു R റൂട്ട് 3 ഇൻറ്റു Z2 R മൈനസ് ജെ ഇൻറ്റു R റൂട്ട് 3, ദാറ്റ് ഡിവിഷൻ ബൈ Z1 that is R plus JR root 3 into plus Z2 R minus JR root 3. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് നമ്മൾ ക്യാൻസൽ ആയിട്ട് പോയി. സോ ഇവിടെ നമുക്ക് ഒന്ന് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നൊരു ഫോർമാറ്റിലേക്ക് വരിക. സോ യു ഗെറ്റ് ദ വാല്യൂ ആസ് R². പിന്നെ നമുക്ക് ജെയുടെ വാല്യൂ നമുക്കറിയാം, ഇറ്റ് ഈസ് റൂട്ട് -1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂയിലേക്ക് മാറും R² into 1 plus 3, that division by 2R. So you get the answer as 2R. So നമ്മുടെ Z equivalent of this concept is as 2R. പക്ഷേ അഡീഷണൽ ഒരു R കൂടെ ഉണ്ട്. So the net value impedance become R plus 2R. Take the value as is equal to 3R. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമുക്ക് ഡയറക്റ്റായിട്ട് സിലബസിൽ ചില കൺസെപ്റ്റ്സുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടതില്ല എന്നുള്ള കാര്യം ഓർക്കുക. Number 55. Two particles A and B same mass have, so that is given as the A should equal to M into B. The total energies EA and EB in the ratio, so it is given as by EB is equal to 1 by 2. The potential energies in the ratio, so UA by UB, take the value as equal to 1 by 2. If lambda A and lambda B are the de Broglie wavelength, so lambda A by lambda B we have to find it. de Broglie wavelength എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന റിലേഷൻ എന്ന് പറയുന്നത് lambda equal to H by P ആണ് അല്ലേ. എന്ന് പറഞ്ഞാൽ അവിടെ P എന്ന്
പറയുന്നത് എം ഇൻറ്റു വി ആയിട്ട് അറിയാം അല്ലേ? യെസ്. അപ്പോൾ ആ മൊമെൻറ്റവും കൈനറ്റിക് എനർജി ആയിട്ടുള്ള റിലേഷൻ എടുത്താൽ നമുക്ക് ഉറപ്പിച്ച് പറയാം എച്ച് ഡിവിഷൻ ബൈ റൂട്ട് ഓഫ് 2m ഇൻറ്റു ദ കൈനറ്റിക് എനർജി അല്ലേ? യെസ്. അപ്പം നമുക്കിവിടെ വേരിയബിളായിട്ട് വരുന്നത് ഒരേ മാസം ആയതുകൊണ്ട് ഉറപ്പിച്ച് പറയാം ലാംഡ എ ബൈ ലാംഡ ബി എന്ന് പറയുന്നത് യെസ് റൂട്ട് ഓഫ് ദ കൈനറ്റിക് എനർജി ഫോർ ദ ബോഡി ബി ബൈ ദ കൈനറ്റിക് എനർജി ഫോർ ദ ബോഡി എ. അപ്പോൾ കെ ഇ ബൈ കെ എ കണ്ട് വിത്ത് റൂട്ട് എടുത്താൽ ഉത്തരമായി അല്ലേ? അപ്പോൾ അതിലേക്ക് വരാനായിരിക്കും നമ്മുടെ ടോട്ടൽ എനർജിയുടെ റേഷ്യോയും പൊട്ടൻഷ്യൽ എനർജിയുടെ റേഷ്യോ നമുക്ക് തന്നിരിക്കുന്നത്. എന്താണ് നമ്മുടെ ടോട്ടൽ എനർജിയുടെ വാല്യൂ? ഈ 1/2 എന്ന് പറയുന്നത് എ ബൈ ഇ ബി എന്ന് പറയുമ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. ഇപ്പോൾ രണ്ട് കേസസ് വരുമ്പോൾ നമുക്ക് പറയാം യു എ പ്ലസ് കെ എ ബൈ യു വി പ്ലസ് കെ ബി. ഇത്രയും നമുക്കറിയാം. പക്ഷെ നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് നടത്താം. അപ്പോൾ ഈ തന്നിരിക്കുന്നതിനകത്ത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, ഇവിടെ തന്നിരിക്കുന്ന യു എ എന്ന് പറയുന്നത് എക്സ് ആയിട്ട് ആണെങ്കിൽ യു ബിയുടെ വാല്യൂ എത്രയായിട്ട് മാറി? എക്സ് ആയി മാറി. യെസ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈക്വൽ ടു യു എ എക്സ് ആണ് പ്ലസ് കെ എ നമുക്ക് വേണ്ടൊരു യു ബി എന്ന് പറയുന്നത് 2x ആയിട്ട് മാറും പ്ലസ് കെ ബി ആയിട്ട് മാറും. ആ വാല്യൂ ആണ് നമുക്ക് എന്തായിട്ട് വരുന്നത്? 1/2. അപ്പോൾ നമുക്കൊന്ന് ക്രോസ് ചെയ്താൽ എന്ത് കിട്ടി? 2x പ്ലസ് കെ ബി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? യെസ് 2x പ്ലസ് 2ka എന്ന് നമുക്ക് കിട്ടും. അവിടെ 2xും 2xും ക്യാൻസൽ ആയാൽ അവിടെ തന്നെ നമുക്ക് മനോഹരമായ ഒരു കണക്ക് കിട്ടിക്കഴിഞ്ഞു. കെ എ ബൈ കെ ബി എന്ന് പറയുന്നത് 1/2 എന്ന് നമുക്ക് കിട്ടി. പക്ഷെ ഇവിടെ കെ ബി ബൈ കെ എ നമുക്ക് വേണ്ടത്. സോ റൂട്ട് 2 എന്നുള്ള ഒരു ആസ്പെക്ട്സിലേക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. നല്ലൊരു ക്വസ്റ്റ്യനാണ്, ഓർത്തിരിക്കുക. അപ്പം മോഡേൺ ഫിസിക്സ് അങ്ങനെ വരുന്ന ചാപ്റ്ററുകളൊക്കെ നമുക്ക് ഷുവറായിട്ട് ഉത്തരത്തിലേക്ക് തരുന്ന ചാപ്റ്റർ ആയതുകൊണ്ട് അത് കൃത്യമായിട്ട് പഠിക്കുക. സി ദ നമ്പർ 50, electrical conductivity of a metal. So we have to relate with the relaxation time, mean free path, etc. അപ്പോൾ അങ്ങനെ വരുമ്പോൾ see the electrical conductivity of a metal. So നമുക്കറിയാം the resistivity we can relate with the relaxation time as m division by n e square tau. പക്ഷെ നമുക്കറിയാം ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. സോ വി ക്യാൻ സേ ദാറ്റ് സിഗ്മ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ റിലാക്സേഷൻ ടൈം. അപ്പോൾ നമ്മൾ റിലാക്സേഷൻ ടൈം ഇവിടെ കുറയുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച് നമുക്ക് പറയാം സിഗ്മയും കുറയും. പക്ഷെ റിലാക്സേഷൻ ടൈം കുറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ മീൻ ഫ്രീ പാത്തും കുറയുമെന്നുള്ള കാര്യം ഓർക്കുക. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചോയ്സ് എന്ന് പറയുന്നത് എ എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ. A 2 mega electron volt neutron is emitted in a fission reactor. If it loses half of its kinetic energy in each collision with a moderator atom, then how many collisions must it undergo to achieve the thermal energy of 0.039 electron volt? അപ്പം 2 മെഗാ ഇലക്ട്രോൺ വോൾട്ടിൽ നിന്ന് എത്ര കൊളിഷൻസ് നടന്നു കഴിയുമ്പോൾ 0.039 ഇലക്ട്രോൺ വോൾട്ടിലേക്ക് അതെത്തും? അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? അപ്പോൾ ഓരോ കൊളിഷൻ വരുമ്പോഴും അവൻ്റെ എനർജി ഹാഫ് ആവുക അല്ലേ? സോ ദാറ്റ് മീൻസ് ആദ്യം 2 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഉണ്ട്, അത് 1 മെഗാ ഇലക്ട്രോൺ വോൾട്ടായിട്ട് മാറി, അത് 0.5 മെഗാ ഇലക്ട്രോൺ വോൾട്ടായിട്ട് മാറി, അങ്ങനെ കുറഞ്ഞ് അവസാനം 0.039 ഇലക്ട്രോൺ വോൾട്ടായിട്ട് മാറിയെങ്കിൽ അതെത്ര കൊളിഷനാണ്? അപ്പോൾ നമുക്കറിയാം ഈ കുറവെന്ന് പറയുന്നത് റക്കറിങ് ടൈമായിട്ട് ഹാഫ് വരുന്ന ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ അല്ലേ? വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്, വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്.
അങ്ങനെയാണെങ്കിൽ ആ പ്രോഗ്രഷനിലെ എത്രാമത്തെ ടേമാണ് നമ്മുടെ 0.039 എന്ന് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. nth ടേമിൻ്റെ റിലേഷൻ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നാൽ മതി. സോ ദാറ്റ് ഈസ് n is equal to a into r raised to n minus 1. അപ്പോൾ nth ടേം ഇവിടെ നമുക്കറിയാം, ഇറ്റ് ഈസ് 0.039 is equal to a. So a is what? The first concept, the first value 2 into 10 raised to 6 into the term as half into as raised to n minus 1. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 0.039 by 2 into 10 raised to 6 is equal to 1 by 2 raised to n minus 1. So on division you get the value as 1.95 into 10 raised to minus 8. That should be equal to 1 by 2 the whole raised to n minus 1. എങ്ങനെ നമുക്ക് ഈ നമ്പർ ഫങ്ഷൻസ് ഇങ്ങനെ സോൾവ് ചെയ്യുക? സോ വി ക്യാൻ ടേക്ക് ദ ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്. ദെൻ യു ഗെറ്റ് ദ വാല്യൂ ഓൺ ഹിയർ. വി ക്യാൻ റൈറ്റ് ആസ് n minus 1 into log 1 by 2, take the value equal to yes log 1.95 into 10 raised to minus 8. പിന്നെ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ we get the value as n is equal to 26.6. That means approximately we can take as 26 calculations. So നല്ല ഒരു മാത്തമാറ്റിക്സിൻ്റെ കൺസെപ്റ്റാണ് നമുക്ക് ആൻസറിലേക്ക് വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 58. The 6-volt Zener diode is shown in figure has a negligible resistance and a neat current of 5 milliampere. The minimum value of R in ohms so that the voltage across it does not fall below 6 volt. അപ്പോൾ നമ്മുടെ സെനർ ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ളത് 6 വോൾട്ട് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതിലൊരിക്കലും താഴെയാകാൻ പാടില്ല എന്നാണ് നമുക്ക് പറയുന്നത്. നമ്മുടെ ഈ സർക്യൂട്ട് ഒന്ന് മാറ്റി നമുക്ക് വരച്ചാൽ 15 ഓം ആണ് നമ്മുടെ സെനർ ഡയോഡ് ഇവിടെയുണ്ട്. അവിടെയാണ് ക്വസ്റ്റ്യനിലെ 6 കണക്ട് ചെയ്തിരിക്കുക. ഇവിടെ 6 വോൾട്ട് ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടത്തേക്ക് അത് 4 വോൾട്ട് ആകണമെന്ന് നമുക്കറിയാം. കാരണം നമ്മൾ കൊടുത്തിരിക്കുന്നത് 10 വോൾട്ടാണ് മാക്സിമം കൺസെപ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ഇവിടെ നിന്ന് നമ്മൾ സപ്ലൈ ചെയ്യുന്ന കറണ്ട് ഇവിടെ എത്തിയിട്ട് അത് 2ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ഇത് 6ആയിട്ട് എടുക്കാം. നമ്മുടെ സെനർ ഡയോഡിലേക്കുള്ള കറണ്ട് IK ആയിട്ടാണ് നമുക്ക് പറയുന്നതെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം IS is equal to എസ് IR പ്ലസ് I നീ എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് I നീ തന്നിട്ടുണ്ട്. IS നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? ഇവിടെ 4 വോൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ IR എന്ന് പറയുന്നത് നമുക്ക് IS മൈനസ് I നീ ആയിട്ട് നമുക്ക് എഴുതാം. എന്താണ് IS എന്ന് പറയുന്നത്? യെസ്, അവിടെ വരുന്നത് 4 വോൾട്ട് അല്ലേ? സോ 4/50 മൈനസ് I നീ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 5 മില്ലി ആംപിയർ. സോ 5 into 10 raised to minus 3 or 5/1000 എന്ന് എഴുതാം. So that is equal to yes 4 into 1000 minus 5 into 50. That division by yes 50 into 1000. So that is equal to 4000 minus 250. So 3750 by 50 into 1000. So exactly we can say it is 65 by as 1000. So that is a very important concept. സോ നമുക്ക് IR എന്ന് പറയുന്നത് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് വേണ്ടത് ഈ ആറിൻ്റെ വാല്യൂ എത്രയാണ് എന്നാണ്. അവിടുത്തെ പൊട്ടൻഷ്യൽ അക്രോസ് ആയിട്ട് നമുക്കറിയാം ഇറ്റ് ഈസ് 6 വോൾട്ട്. അപ്പോൾ R എന്ന് പറയുന്നത് സെനർ ഡയോഡിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ബൈ അതിലൂടെ പോകുന്ന കറണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു സോ VZ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു 6 ഡിവിഷൻ ബൈ ദ 75/1000. സോ സിമ്പിളായിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So 6000 by 75. So we get the answer as 80 ohm. A good question. നമ്മുടെ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ വളരെ പ്രാധാന്യമാണ്. മിനിമം നമുക്കൊരു 4 ക്വസ്റ്റ്യൻസ് എങ്കിലും അതിലൊന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ പ്രാധാന്യമാണ്. Then question number 59. An electron is moving with a velocity 2 into 10 raised to minus 6. Sorry, plus 6. ഈ ഇലക്ട്രോൺ ആണെന്നുള്ള along the positive x direction. So electron ആണ് മൂവ് ചെയ്യുന്നത്.
വെലോസിറ്റി എന്ന് പറയുന്നത് 2 into 10 raised to 6 along the positive x direction. The electric field is applied along the electric field that is applied along the positive y direction, and with an electric field as 8 into 10 raised to 7 volt per meter. The magnitude and direction of field that cause the electron to move undeviated. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിൽ വരേണ്ട ഒരു കൺസെപ്റ്റാണ് ക്രോസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെലോസിറ്റി സെലക്ട്. ആ വെലോസിറ്റി സെലക്ടറിൽ നമുക്കറിയാവുന്ന വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിനെ വെലോസിറ്റിയുമായിട്ട് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്യാം ആസ് E is equal to V into B. അപ്പോൾ അത് ബേസ് ചെയ്ത് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാം as E division by V. So here the electric field is 8 into 10 raised to 7, that division by 2 into 10 raised to 6, so 80 by 2, so we get the value as 40. How we can find the നമ്മളുടെ ഡയറക്ഷൻ കൂടെ നമുക്ക് വേണം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഏതാ ഉപയോഗിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് ഓർമ്മയിരിക്കട്ടെ, പോയിന്റിംഗ് വെക്റ്റർ കൺസെപ്റ്റ്. നമ്മുടെ ആക്ച്വലി ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ ഉപയോഗിക്കുന്ന കൺസെപ്റ്റാണ്. എപ്പോഴും ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് എ ക്രോസ് ബിയിലേക്ക് ആയിരിക്കുമെന്നൊരു കൺസെപ്റ്റ് ഇതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് എടുത്താൽ we have to curl the right hand fingers from electric field to magnetic field. The thumb will indicate the direction of propagation. പക്ഷേ keep in mind the movement of positive charges. അപ്പോൾ നിങ്ങളുടെ വലത് കൈവിരലുകളെ ഉപയോഗിച്ചുകൊണ്ട് കേള് ചെയ്ത് ഇലക്ട്രിക് ഫീൽഡ് ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് വൈ അല്ലേ? യെസ്. അപ്പോൾ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് നമുക്ക് തമ്പായിട്ട് പറയുന്നത് +x ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവിടെ +z അല്ലേ വരൂ. പക്ഷേ ഇലക്ട്രോൺ ആണ് ഇവിടെ, അതുകൊണ്ട് നേരെ റിവേഴ്സ് ഡയറക്ഷൻ നമുക്ക് എടുക്കണം. യെസ്. അപ്പോൾ ഇലക്ട്രോൺ +x എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം -x എന്നാണ്. സോ അങ്ങനെയാണെങ്കിൽ ഉറപ്പിച്ച് പറയാം മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് Z ഡയറക്ഷൻ. സോ 40 value in negative Z direction, and hence we can take that answer as A. So the next question, number 60. What is the minimum thickness of a swap film that results in constructive interference in reflected light if the film is illuminated with light whose wavelength free space is 620 nanometer? അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിൽ വരേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് നമ്മുടെ തിൻ ഫിലിംസുമായിട്ട് ബന്ധപ്പെട്ട ഇൻറ്റർഫറൻസ് ഇൻ ദ റിഫ്ലക്റ്റഡ് സിസ്റ്റം. അതിനകത്തെ കണ്ടീഷൻസ് ദയവ് ചെയ്ത് ഓർക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ഫോർ കൺസ്ട്രക്റ്റീവ് ഇൻറ്റർഫറൻസ് നടത്തേണ്ടതെങ്കിൽ ദ പാത്ത് ഡിഫറൻസ് ദ 2 mu t cos r should equal to 2n-1 into lambda by 2. ദ ഡിസ്ട്രക്ഷൻ ആണ് നടത്തേണ്ടതെങ്കിൽ ഓർക്കുക അവിടെ 2 mu t cos r take the value as 2n into lambda by 2. എപ്പോഴും മനസ്സിൽ ഓർത്തിരിക്കുക. നോർമൽ ഇൻസിഡൻസ് ആണെങ്കിൽ നമുക്ക് R0 ആയിട്ട് നമുക്ക് എടുക്കാം. ഫോർ ദ ഫസ്റ്റ് കേസ് വി ക്യാൻ സേ ആസ് n is equal to 1. സോ അങ്ങനെയാണെങ്കിൽ 2 mu t take the value equal to lambda by 2. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ട തിക്നെസ് എന്ന് പറയുന്നത് ലാംഡ ഡിവിഷൻ ബൈ 4 into the refractive index. So that is equal to lambda. It is given as what? Yes, 620 nanometer. So 620 into 10 raised to -9 by 4 into 1.3. So you get the answer as 119 nanometer. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഇൻഡഫറൻസുമായിട്ട് ബന്ധപ്പെട്ട. So we get the answer as 120, B as the choice. So dear students, സോ നമ്മൾ 60ാമത്തെ ക്വസ്റ്റ്യൻ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. സോ 12 ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് 2018 ഡിസ്കസ് ചെയ്യണം. സോ നമുക്കത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ
ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക. സോ ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു.